കാസർഗോഡും മംഗളൂരുവിലും രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കാസർഗോഡ് വീട്ടിലെ കിടപ്പുമുറിയുടെ ഫാനിൽ തൂങ്ങിയ സ്വദേശിനി നവ്യയാണ് മരിച്ചത്. ഇരു സംഭവങ്ങളിലും പോലീസ് അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഏറെ ദാരുണമായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് കാസർഗോഡും മംഗളൂരുവിലും ഉണ്ടായത്. മംഗളൂരുവിലെ നവ്യയുടെ മരണം കാമുകൻ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതാണ്. പക്ഷേ കാസർഗോട്ടെ രൂപിക എന്ന +1 വിദ്യാർത്ഥിനി ജീവനെടുക്കാനുള്ള കാരണം എന്താണ് പോലീസ് പറയുന്നത്? അങ്ങേയറ്റം സങ്കടകരമായ വാർത്തകൾ തന്നെയാണ്. രണ്ട് സംഭവങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതിൽ പൊല്ലൂരിലേക്ക് വന്നാൽ പൊല്ലൂരിലെ രൂപിക എന്ന് പറയുന്ന +1 വിദ്യാർത്ഥി ഇത്തരത്തിൽ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങിയാണ് ആത്മഹത്യ ശ്രമിച്ചത്. പിന്നീട് ഗുരുതരാവസ്ഥയിൽ കാസർഗോട്ടെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം മംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. മംഗളൂരുവിൽ നിന്നാണ് ഈ കുട്ടി പിന്നീട് മരണപ്പെടുന്ന സാഹചര്യം. ഇന്ന് രാവിലെയോടുകൂടി മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ കുട്ടി പഠിക്കുന്നത് പരവനടുക്കം എന്ന് പറയുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. ഈ സ്കൂളിൽ ഈ കുട്ടിക്ക് പഠിക്കാൻ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. തന്റെ സഹപാഠികളോട് താൻ ഇവിടെ പഠിക്കുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട്, താൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അത്ര. പക്ഷെ അവർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചില്ല. അതാണ് ഈ ഒരു ആത്മഹത്യ കാരണമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവം നടന്നത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗളൂരുവിലാണ്. മംഗളൂരുവിൽ ഈ കാമുകൻ വിവാഹ വാഗ്ദാനം നൽകി അതിൽ നിന്ന് പിന്മാറിയെന്ന ഒരു കാരണത്താലാണ് യുവതി 20 വയസ്സുകാരിയായ നവ്യ എന്ന് പറയുന്ന പെൺകുട്ടി പാലത്തിന് മുകളിൽ നിന്നും, അതായത് തന്റെ സുഹൃത്തിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പാലത്തിന് സമീപത്തുമ്പോൾ അവിടെ നിർത്താൻ ആവശ്യപ്പെടുന്നു. അവിടെ നിന്നും ഈ കാമുകനെ ഫോണിൽ വിളിക്കുന്നു. പക്ഷേ കാമുകൻ ഫോൺ എടുക്കുന്നില്ല. ഇതേ തുടർന്ന് ഈ യുവതി പുഴയിലേക്ക് ചാടുകയായിരുന്നു. പുഴയിൽ ചാടി പിന്നീട് വലിയ തെരച്ചിൽ നടത്തി, ഫയർഫോഴ്സ് ഒക്കെ തെരച്ചിൽ നടത്തി. ഒടുവിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ഇത് തന്നെയാണ്. ഈ കാമുകൻ വിവാഹത്തിൽ നിന്നും പിന്മാറിയ മനമോഷത്തിലാണ് താൻ ഇത്തരത്തിലൊരു മരണം പോകുന്നതെന്ന രീതിയിലുള്ള ഒരു ആത്മഹത്യ കുറിപ്പാണ് കിട്ടിയത്. ഏറ്റവും അവസാനമായി ഈ പാലത്തിന് മുകളിൽ ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഏറ്റവും ഒടുവിൽ ഈ കാമുകനെ വിളിച്ചിരുന്നു. ആ സമയത്തും കാമുകൻ ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നത്. ഒപ്പമുണ്ടായിരുന്ന ആ ഒരു സുഹൃത്തുണ്ടായിരുന്നു കുട്ടിയുടെ. അങ്ങനെ പുഴയിൽ ചാടുകയായിരുന്നു. നീണ്ട തെരച്ചിൽ നടത്തി. ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ തെരച്ചിൽ നടത്തിയതിന്റെ ഒടുവിലാണ് ഈ നവ്യയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും വളരെ നിസ്സാരമായ കാരണങ്ങൾ പോലും ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാഹചര്യം അത് അങ്ങേയറ്റം സങ്കടകരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള ആത്മഹത്യ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ എവിടെയാണ് സൂചിപ്പിച്ച പോലെ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലാണ് രണ്ടിടത്തും പെൺകുട്ടികൾ ജീവനൊടുക്കിയത്. ഒരിടത്ത് വ്യക്തമായ കാരണമുണ്ട്. +1 വിദ്യാർത്ഥിനി കാസർഗോഡ് സ്വദേശിനി രൂപിക എന്തിനാണ് മരിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതയുണ്ട്. ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിലാണോ പെൺകുട്ടി ജീവനൊടുക്കിയത്? പോലീസ് ഇതിൽ പ്രാഥമികമായി നമുക്ക് നൽകുന്ന വിവരം അനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അതായത് പരവനടുക്കമാണ്, അവിടെ നിന്ന് പഠിക്കേണ്ട ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ പോകാൻ ഈ കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വളരെ നിസ്സാരമായ കാരണം എന്ന് ഓർക്കണം. അങ്ങനെ അത് തന്റെ സഹപാഠികളോട് പറയുന്നു, വീട്ടുകാരോടും പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന്, അങ്ങനെ ഇവിടെ പോകേണ്ടി വന്നാൽ താൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ജീവിതത്തിൽ നിന്ന് തന്നെ ഉണ്ടാകില്ല എന്ന് എല്ലാ സുഹൃത്തുക്കളും വിചാരിച്ചത്. അങ്ങനെ അപ്രതീക്ഷിതമായി അങ്ങനെ ഈ കുട്ടിയെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെടുകയായിരുന്നു. പക്ഷേ അപ്പോൾ ജീവനുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിയെങ്കിലും ഇന്ന് രാവിലെയോടുകൂടിയാണ് കുട്ടി മരണത്തിന് കീഴടങ്ങിയത്. ഇതിൽ പ്രധാനമായും പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം അനുസരിച്ച് ഇതാണ് കാരണം. പക്ഷേ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. വിദഗ്ധ പോസ്റ്റ്മോർട്ടം കൂടി ലഭിച്ചതിന് ശേഷം, പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം വിവരം കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ പോലീസ് ഒരു നിഗമനത്തിലെത്തൂ. ഇതിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരമാണ് ഇത്. ഇത്തരത്തിൽ ഈ കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു താല്പര്യം കുറവുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാരണത്തിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. വീട്ടുകാരോടും പങ്കുവച്ചിരുന്നു തനിക്ക് സ്കൂളിൽ പോകുന്നതിൽ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് ഈ കുട്ടി അങ്ങനെ ഒരു +1 വിദ്യാർത്ഥി നോക്കണം അങ്ങനെ എടുക്കുന്ന സഹപാഠികളോ അത് മാത്രമല്ല വീട്ടുകാരോ അങ്ങനെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായാണ്
ഇങ്ങനെ ഒരു കടുകൈ ചെയ്തത് എന്തായാലും അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. വൈകിട്ടോടുകൂടി പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടും. അതുകൂടി ആയാൽ പോലീസിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം നൽകും. നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം മാത്രമാണിത്. അത് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്.